പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ പരിശുദ്ധ ജനനത്തിൻ്റെ രക്ഷാകരമായ കൃപകളെ സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹകരമായ ഒരു ക്രിസ്മസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ദൈവം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ ദൈവഭക്തനും, ഓരോ ക്രിസ്തീയ വിശ്വാസിയും തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് കർത്താവിൻ്റെ നിയമം അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഓരോ കാലയളവിലും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം, എന്താണ് ദൈവത്തിൻ്റെ മനസ്സ്, എന്താണ് ദൈവത്തിൻ്റെ ഹൃദയം, ഇത് തിരയുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പ്രധാനമായും നമ്മൾ അനുഷ്ഠിക്കേണ്ട, എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ട ഒരു സംഗതി. എന്താണ് ഈ നിമിഷത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം? എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ചിന്തയാണത്. ഈ നിമിഷത്തിലെ ദൈവഹിതം എന്താണ്? ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഈ ദിവസത്തെ എന്നെ സംബന്ധിക്കുന്ന ദൈവഹിതം? എന്താണ് ഇന്നത്തെ ദൈവഹിതം? എന്താണ് ഇന്ന് എന്നെ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ഇഷ്ടം? അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, എന്താണ് ഈ നിമിഷത്തിലെ ദൈവഹിതം? ഈ സെക്കൻഡിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ, ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നമ്മൾ ഇത് മാത്രം തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം? അങ്ങനെ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ തന്നെ സമർപ്പിച്ച ചില വ്യക്തികളാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ഈ ആരംഭ സംഭവമായ ക്രിസ്മസിൻ്റെ നക്ഷത്ര വിളക്കുകളായി ശോഭിക്കുന്നത്. ഈ നാളുകളിൽ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലെല്ലാം, നമ്മുടെ വീടുകളിലെല്ലാം നക്ഷത്ര ശോഭയോടെ തെളിഞ്ഞ വിളക്കുകളായി വലിയ പ്രകാശത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉദിക്കേണ്ട ഒരു നക്ഷത്രം അതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ജ്ഞാനികളെക്കുറിച്ച് വായിക്കുമ്പോൾ മനോഹരമായൊരു സൂചന അവിടെ നൽകപ്പെടുന്നുണ്ട്. അവർ നക്ഷത്രം പോയ വഴിയെ യാത്ര ചെയ്തവരാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ്. ഒരു വെളിച്ചം കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു. അവർക്ക് വലിയ ആഹ്ലാദം ഉണ്ടായി. ആഹ്ലാദത്തിൻ്റെ കാരണം എന്താണ്? ഒരു വെളിച്ചം കണ്ടു. ഒരു വെളിച്ചം, അത് കാണുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. എന്താണ് ആ വെളിച്ചം? യോഹന്നാൻ പറയും, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആരാണ് ആ വെളിച്ചം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈശോ പിന്നെ പറയും, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നിലൂടെ സഞ്ചരിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല. അപ്പോൾ ഒരു വെളിച്ചമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ആരാണ് ആ വെളിച്ചം? യേശുവാണ് ആ വെളിച്ചം. ആ വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്നതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ സഞ്ചരിക്കുക, ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുക, ക്രിസ്തുവിനെക്കുറിച്ച് ഓർക്കുക, ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുക, ക്രിസ്തുവിനെക്കുറിച്ച് വചനത്തിലൂടെ ആഴമായിട്ട് അറിയുക, ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പരിശ്രമിക്കുക. എന്താണ് ഈ നിമിഷത്തിലെ ക്രിസ്തുവിൻ്റെ ഇഷ്ടമെന്ന് അന്വേഷിക്കുക. ഇതിൻ്റെയൊക്കെ പേരാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് ലളിതമാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് പറയുന്നത് പോലെ, ക്രിസ്തുവിനെ നേടുക എന്നുള്ളതും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുക എന്നതും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കുക, എത്ര സമ്പന്നമായ ജീവിതങ്ങളാണതൊക്കെ. എങ്ങനെയാണ് ആ ജീവിതങ്ങൾ സമ്പന്നമായത്? ക്രിസ്തുവിനെ നേടുക,
ക്രിസ്തുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇന്ന് കർത്താവ് തരുന്ന ഒരു പ്രേരണ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ക്രിസ്മസ് നരേറ്റീവിൻ്റെ ആരംഭമായിട്ട്, ആ ഇൻഫൻസി നരേറ്റീവിൻ്റെ, യേശുവിൻ്റെ ബാല്യകാല വിവരണങ്ങളുടെ ആരംഭമായിട്ട് ലൂക്കാസ് സുവിശേഷകൻ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബത്തെയാണ്. നമുക്ക് വേഗം ഈ കുടുംബത്തിലേക്ക് ഒന്ന് പോവാം. ആ കുടുംബത്തിൽ നിന്ന് ഈ ആഗമനകാലത്തിൻ്റെ ഒരുക്ക ദിവസങ്ങളിൽ നമുക്ക് മനോഹരമായ ചില ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവഹിതം, ദൈവത്തിൻ്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ലൂക്ക 1:5. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ഒരു കഥ പറയുകയാണ്. ലൂക്ക ഒരു കഥ പറയുകയാണ്. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ലേവ്യ പൗരോഹിത്യത്തെ 24 ഗണങ്ങളായി തിരിച്ചിരുന്നു. ലേവ്യ പുരോഹിതന്മാരെ എത്ര ഗണങ്ങളായിട്ടാണ്? 24 ഗണങ്ങളായിട്ട് തിരിച്ചിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ്. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ്. എന്താണ് വായിക്കുന്നത്? ലേവി പൗരോഹിത്യത്തെ എത്ര ഗണങ്ങളായിട്ട്? 24 ഗണങ്ങളായിട്ട് തിരിച്ചിരുന്നു. അപ്പോൾ ആ 24 ഗണങ്ങൾക്കും ശുശ്രൂഷ ചെയ്യാൻ ഒരു വർഷത്തിൽ അവസരം കിട്ടാൻ വേണ്ടി ഒരു ക്രമീകരണം ചെയ്തിരുന്നു. എന്താണ്? ഓരോ വർഷത്തിലെയും വ്യത്യസ്തങ്ങളായ മാസങ്ങളിലും ആഴ്ചകളിലും ഈ 24 ഗണത്തിന് ശുശ്രൂഷയ്ക്ക് ക്രമീകരണം ചെയ്തിരുന്നു. അപ്പോൾ അത് നിശ്ചയിച്ചിരുന്നത് കുറിയിട്ടിട്ടാണ്. കുറിയിട്ടിട്ടെന്ന് പറഞ്ഞാൽ ഓരോ ഗണത്തിനും ഇന്ന മാസമൊന്നുണ്ട്. ഇപ്പം ജനുവരി മാസത്തിൽ ഈ ഗണമാണ് ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ, ഡിസംബർ മാസത്തിൽ ഈ ഗണമാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. ഇനി ആ ഗണത്തിൽ തന്നെ ആരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? 10,000-കണക്കിന് പുരോഹിതന്മാരുണ്ടായിരുന്നൊരു കാലമാണ്. അപ്പോൾ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെന്ന് നിശ്ചയിച്ചത്? കുറിയിടും, ലോട്ടിട്ട് തീരുമാനിക്കും. അങ്ങനെ ഈ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഏത് ഗണത്തിലാണ്? 24 ഗണത്തിലെ ഒരു ഗണമാണ് അബിയായുടെ ഗണം. ആ അബിയായുടെ ഗണത്തിലെ ഒരു പുരോഹിതനായിരുന്നു സക്കറിയ. അപ്പം നിസ്സാരപ്പെട്ട ആളല്ല, ചെറിയൊരാളല്ല, നല്ല ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പുള്ള ആളാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയോ? അദ്ദേഹത്തിൻ്റെ ഭാര്യയും പൗരോഹിത്യ വംശത്തിൽ തന്നെ ജനിച്ച ആളാണ്. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ. അഹറോന്റെ പുത്രിമാരെന്ന് പറഞ്ഞാൽ അഹറോന്റെ നേരിട്ടുള്ള മക്കളെന്നല്ല, അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു സഹോദരിയാണ് എലിസബത്ത്. അപ്പോൾ എന്താ ഈ ലൂക്ക പറഞ്ഞു തുടങ്ങുന്നത്? ഒരു പ്രധാനപ്പെട്ട കുടുംബം. അബിയായുടെ ഗണത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സക്കറിയ, അഹറോന്റെ ഗണത്തിൽ തന്നെ വന്ന് പിറന്ന എലിസബത്ത്, പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. ഇനി ഈ കുടുംബത്തിൽ എന്താണ് അവർ? ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അവർക്ക് പ്രത്യേകത, അവർക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ആ പ്രത്യേകത ഇതാണ്: അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു. നീതിനിഷ്ഠരെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞാൽ, ഇത് ഈശോയുടെ പുതിയ നിയമം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു കണ്ണാടി വെച്ചിട്ടാണ് ഈ കുടുംബത്തെ നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ പഴയ നിയമത്തിൽ നീതിനിഷ്ഠർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിയമം കൃത്യമായിട്ട് അനുസരിക്കുന്നവർ എന്നായിരുന്നു. എത്ര നിയമമാണ്? 613 നിയമങ്ങൾ, 613 സ്റ്റിപ്പുലേഷൻസ്. 613 നിയമങ്ങൾ തെറ്റാതെ അനുസരിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ ഞാൻ നിയമമെല്ലാം കൃത്യമായിട്ട് കുറ്റമറ്റ വിധം അനുഷ്ഠിച്ചുവെന്ന് ബൈബിളിൽ മറ്റൊരാൾ പറയുന്നുണ്ട്. ആരാന്നറിയാമോ? പൗലോസ്ലീഹ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? ഒരു നിയമം പോലും തെറ്റിക്കില്ല. ഒരു നിയമം പോലും തെറ്റിക്കാതെ ദൈവം അരുളി ചെയ്ത 613 നിയമങ്ങളും. പഴയ നിയമത്തിൽ മൊത്തം എത്ര നിയമമാണുള്ളത്? 613. 10 കൽപ്പനകൾ കൂടാതെ ബാക്കി
എല്ലാം കൂടെ ചേർത്തിട്ടാണ് 613 നിയമമുണ്ട്. അപ്പോൾ ഈ 613 നിയമവും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു ആര്? സക്കറിയായും എലിസബത്തും. നോക്കിക്കേ, ഒരു കാര്യം അവതരിപ്പിക്കാൻ പോവാണേ. എന്താ അവതരിപ്പിക്കുന്ന അറിയാം? ഒരു പ്രധാനപ്പെട്ട കുടുംബം, 24 പൗരോഹിത്യ ഗണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗണമായിരുന്ന അബിയായുടെ ഗണത്തിലെ പുരോഹിതനായ സക്കറിയ, അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത്, തെരഞ്ഞെടുക്കപ്പെട്ടൊരു കുടുംബം. മാത്രമല്ല, നിയമങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് അനുസരിച്ചിരുന്നവരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായൊരു കുടുംബം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഈ മക്കളുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് ശാരീരിക ജനപ്രകാരം മക്കളുണ്ടായിരുന്നില്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ എഴുതപ്പെട്ട വചനമാണെന്ന് വിചാരിക്കരുത്. ഇതിനൊരു വേറൊരർത്ഥമുണ്ട്. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ മക്കളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എന്നൊരർത്ഥമാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ അർത്ഥം. പക്ഷെ ഇതിനൊരു ആത്മീയ അർത്ഥം ഉണ്ടായിരുന്നു. ആ ആത്മീയ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് ലൂക്ക സുവിശേഷം ആരംഭിക്കുന്നത്. എന്താണ് ആത്മീയ അർത്ഥം? വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നിട്ടും, 24 ഗണത്തിൽപ്പെട്ട ഒരു ഗണത്തിലെ പുരോഹിതനായിരുന്നിട്ടും, അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു സഹോദരിയായിരുന്നിട്ടും, 613 നിയമങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നിട്ടും, നീതിനിഷ്ഠരായിരുന്നിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ലൂക്ക പറഞ്ഞു തുടങ്ങുകയാണ്, പഴയ നിയമത്തിലെ 613 നിയമങ്ങളുടെയും കാര്യത്തിൽ കുറ്റമറ്റവരാണ്, ഒരു കുഴപ്പമില്ലാത്ത ആളുകളാണ്, നല്ല കുടുംബത്തിൽ പിറന്നവരാണ്, പൗരോഹിത്യ വംശപരമ്പരയിൽ പിറന്നവരാണ് രണ്ടുപേരും, കുറ്റമറ്റ വിധം കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചിരുന്നവരാണ്. പക്ഷെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവരിന്നൊരു ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല, ഒരു ഫലം ഉണ്ടാവുന്നില്ല. എന്താ അർത്ഥം? ഇതെല്ലാം ഫലമല്ലേ? നന്മ ചെയ്യുന്നവരാണ്, നല്ല കുടുംബത്തിൽ പിറന്നവരാണ്, പൗരോഹിത്യ വംശപരമ്പരയിൽപ്പെട്ട ആളുകളാണ്, നീതിനിഷ്ഠരാണ്. പക്ഷേ ഇനി ഈശോ മിശിഹാ വന്നിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു തരും. ഗിരിപ്രഭാഷണം പറഞ്ഞിട്ട് കർത്താവ് പറയും, ഇത്രയും പോരാ, ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, മറിച്ച് പൂർത്തിയാക്കാൻ നമ്മൾ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. നമുക്കിനി ഒരുപാട് ദൂരം പോയാലേ സ്നേഹത്തിൻ്റെ നിയമം പൂർത്തിയാക്കാൻ പറ്റൂ. കഥ പറയാണ്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലുള്ള വിശുദ്ധി അവർക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്ന ആളുകളാണ്. എന്താ പ്രശ്നം? പ്രശ്നം ഇതാണ്, കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത വിധം അവർക്ക് ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത വിധം അവരുടെ ജീവിതത്തിൽ ഒരു ഫലമുണ്ടായില്ല, മക്കളുണ്ടായില്ല. എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഭിക്ഷക്കാരൻ ഇവിടെ വരുന്നു. ഞാൻ ആ ഭിക്ഷക്കാരന് ഒരു 500 രൂപ കൊടുക്കുന്നു. 500 രൂപ കൊടുത്തിട്ട് ഞാൻ നെഞ്ചൊക്കെ വിരിച്ച് വരികയാണ്. എന്താണ് ഞാൻ നെഞ്ച് വിരിച്ച് വരുന്നതിൻ്റെ കാരണം? 500 രൂപ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ അഭിമാനിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? എൻ്റെ അയൽവക്കത്തുള്ള ആളുകളൊക്കെ ഭിക്ഷക്കാർക്ക് 10 രൂപയെ കൊടുക്കും. പരമാവധി അവർ കൊടുക്കുന്നത് 50 രൂപയാണ്. ഞാൻ കൊടുത്തതോ 500 രൂപയാണ്. പഴയ നിയമം അനുസരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണ്. എന്താണ്? ഒരു ഭിക്ഷക്കാരന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ 500 രൂപ കൊടുത്തു. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഞാൻ ഈ 500 രൂപ കൊടുത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഈശോയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ 500 രൂപ കൊടുത്തത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ടോ? എന്താ ഈശോയുടെ സ്റ്റാൻഡേർഡ്? ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം.
നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് ഈശോ പറയുന്നത്. അപ്പം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ ഈ വന്ന പിച്ചക്കാരന് ഒരു 70 വയസ്സ് പ്രായമുണ്ടെന്ന് വെച്ചോ, അല്ലെ ഒരു 80 വയസ്സ് പ്രായമുണ്ടെന്ന് വെച്ചോ. ഈ 80 വയസ്സ് പ്രായമുള്ള അപ്പച്ചനാണ്. ഞാൻ 500 രൂപ കൊടുത്തിട്ട് ഞാനൊരു നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ സ്റ്റാൻഡേർഡ് എന്താണ്? 500 രൂപ കൊടുത്താൽ ഈശോ പ്രസാദിക്കുമോ? കർത്താവ് എന്താ പറയുന്നത് അറിയാം? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ 500 കൊടുത്തോണ്ടായില്ല. കർത്താവ് എന്താ പറയാൻ പോണെന്നറിയാമോ? കർത്താവ് പറയും, നിന്റെ അപ്പൻ എന്നാ പറയാനുണ്ട്. ഇപ്പം ഞാൻ പറയും 80 വയസ്സുണ്ട്. നിന്റെ അപ്പനെ നീ എങ്ങനെ നോക്കുന്നേ? ഞാൻ പറയും നന്നായിട്ടാണ് നോക്കുന്നേ. നിന്റെ അപ്പനെ നീ നോക്കുന്നത് പോലെ ഈ പിച്ചക്കാരനെ നീ നോക്കിയാലേ എൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീ സ്നേഹത്തിൻ്റെ നിയമം പൂർത്തിയാക്കൂ. ഇത് സക്കറിയായ്ക്കും എലിസബത്തിനും പറ്റിയിരുന്നില്ല. ഇതേ പറയുന്നേ. സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയുകയാണ്, പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ സ്നേഹിക്കാൻ പറ്റിയിരുന്നില്ല. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എൻ്റെ നിങ്ങളുടെ അവസ്ഥ അതാണ്. നമ്മുടെ കണ്ണിൽ നമ്മളൊക്കെ നല്ലവരാണ്. ദൈവത്തിൻ്റെ കണ്ണിലോ? ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ നല്ലവരാണോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങളെക്കുറിച്ച് ദൈവം എന്നാ പറയും? നല്ലവനാന്ന് പറയുമോ? നല്ലവനാന്ന് പറയുമെങ്കിൽ ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 വായിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കണം, അല്ലേ? അപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം വന്നപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചു, സദ്യയൊക്കെ കൊടുത്തു. ദൈവത്തിന് സന്തോഷമായോ? ദൈവത്തിന് സന്തോഷമായെങ്കിൽ ദൈവം എന്നാ ചെയ്യാൻ പറയുന്നറിയാം? ദൈവത്തിന് സന്തോഷമാവണമെങ്കിൽ കർത്താവ് എന്നാ പറഞ്ഞിരിക്കുന്നേ? നീ സദ്യ കൊടുക്കുകയാണെങ്കിൽ നീ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നതിന് പകരം വഴിവക്കിലേക്ക് ചെന്നിട്ട് പിച്ചക്കാരെയും ആരുമില്ലാത്തവരെയും തിരിച്ചു വിളിക്കാൻ കൽപ്പില്ലാത്തവരെയും പാങ്ങില്ലാത്തവരെയും വിളിച്ച് സദ്യ കൊടുത്താൽ എൻ്റെ സ്റ്റാൻഡേർഡാവും. ഈ ക്രിസ്മസിന് ചങ്ക് പൊട്ടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടില്ല. നമ്മൾ നല്ലവരാന്ന് വിചാരിച്ചിങ്ങനെ പോവാ. നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് മക്കളില്ല. നീതിയുടെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നില്ല. നമ്മൾ പൗലോസ്ലീഹ പറയുന്ന ഭാഷ പറഞ്ഞാൽ സാധാരണക്കാരും ജഡികരുമായിട്ട് ജീവിക്കുകയാണ്. നല്ലവനാണ് നമ്മുടെ വിചാരം. എന്തുകൊണ്ട് നമ്മൾ നല്ലവനാന്ന് വിചാരിക്കുന്നത്? പിച്ചക്കാരൻ 500 രൂപ കൊടുത്താണ്, ദശാംശം കൊടുത്താണ്, പള്ളി പണിക്ക് നല്ല സംഭാവന കൊടുത്തതാണ്, സുവിശേഷ പ്രസംഗം നടത്തിയാണ്, ശാലോം TV പ്രസംഗിക്കുന്ന ആളാണ്. ദൈവം പ്രസാദിക്കില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തണം. മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കൂ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ മക്കളുണ്ടായിരുന്നില്ല. പിടികിട്ടിയല്ലോ, മക്കളില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മക്കളില്ല, എനിക്കും മക്കളില്ല. എന്താണ്? ഞാനും ഇതേ അവസ്ഥയിലാണ്. എനിക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈശോയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചൊന്നും ആരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എവിടെയൊക്കെ അത് പലതൊക്കെ ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒന്നും ആയിട്ടില്ല. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ഇതാണ് അവസ്ഥ. എന്താണത്? എലിസബത്ത് വന്ധ്യയാണ്, ഇരുവരും പ്രായം കവിഞ്ഞവരുമാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, വന്ധ്യ എന്ന് പറഞ്ഞാൽ ഗർഭധാരണ ശേഷി അടഞ്ഞ ഒരാൾ എന്ന് പറഞ്ഞാൽ, ഈ നീതി, ഈ സ്നേഹം, ഈ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള നന്മ പുറത്ത് പ്രസവിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ വന്ധ്യരാണ്. ഞാൻ അങ്ങനെ ഒരു വന്ധ്യനാണ്, നിങ്ങൾ അതുപോലെ വന്ധ്യരാണ്. എന്താണ്? നമ്മളിൽ നിന്ന് ഈ സ്നേഹമെന്ന കുഞ്ഞ് പുറത്തു വരുന്നില്ല. നമ്മളിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം ചാവിള്ളയാണ്. നമ്മളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളൊക്കെ അബോർട്ടഡായ കുഞ്ഞുങ്ങളാണ്, മരിച്ച കുഞ്ഞുങ്ങളാണ്. അതെന്ന് പറഞ്ഞാൽ സ്നേഹമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വന്ധ്യരാണ്, പ്രായം കവിഞ്ഞവരുമാണ്, എന്ന് പറഞ്ഞാൽ ശേഷിയില്ലാത്തവരുമാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എങ്ങനെ ഈ മക്കളുണ്ടാവും? മക്കളുണ്ടാവണ്ടേ? മക്കളുണ്ടാവാതെ ഒരു രക്ഷയില്ല. ഈ സ്നേഹം നമ്മളിൽ നിന്നുണ്ടാകാതെ ഒരു രക്ഷയില്ല. എങ്ങനെ ഉണ്ടാവും? അതാണ് ലൂക്കാ 1-ാം അധ്യായത്തിൽ പറഞ്ഞു തരുന്നത്. എങ്ങനെയാ ഉണ്ടാവുന്നേ? നമുക്ക് വായിക്കാം 8-ാമത്തെ വാക്യം.
തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായിക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളോട് ഞാൻ പറയാണ് ഡാനിയേൽ അച്ഛനെ, ഞാൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് മക്കളില്ലെന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് മക്കളില്ല. പുതിയ നിയമത്തിൻ്റെ ഒരു നീതി അനുസരിച്ച് എനിക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വന്ധ്യനാണ്, പ്രായം കവിഞ്ഞ ആളാണ്, എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ആ സ്നേഹമൊന്നും വരുന്നില്ല. അപ്പോൾ കർത്താവ് പറയാണ്, നീ ഭയപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഈ നിലവിളി, സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിലവിളി, ക്ഷമിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിലവിളി, കരുണ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള നിലവിളി, അതിതാ കർത്താവിൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നീ പേടിക്കേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നീ പറയുന്നില്ലേ നിന്റെ ഈ ശരീരത്തിൽ നിന്ന് സ്നേഹം വരുന്നില്ലെന്ന്? ഇപ്പം നീ പറയുന്നില്ലേ നിന്റെ ഈ മനസ്സിൽ നിന്ന് ആരോടും ഒരു കരുണ വരുന്നില്ലെന്ന്? ഇപ്പം നീ പറയുന്നില്ലേ നിന്റെ ഉള്ളിൽ നിന്ന് ആരോടും ഒരു ക്ഷമ വരുന്നില്ലെന്ന്? ഈ എലിസബത്തിൽ, ഈ വന്ധ്യയായ എലിസബത്തിൽ നിന്ന്, ഇതേ നിന്നിൽ നിന്ന്, ഇതേ വന്ധ്യമായ നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഉണ്ടാവും. സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന നിന്നിൽ നിന്ന് സ്നേഹം പുറത്തു വരും. വന്ധ്യമാണെന്ന് പറയുന്ന, സ്നേഹത്തിന്റെ ഉറവ വറ്റിപ്പോയ, വന്ധ്യമായി പോയി എന്ന് നീ പറയുന്ന നിന്റെ ഈ ശരീരത്തിൽ നിന്ന് സ്നേഹം പുറത്തു വരും. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എന്ന ജോൺ എന്ന വാക്കിന്റെ അർത്ഥം യാവേ ഹാസ് ഷോൺ ഹിസ് ഫേവർ എന്നാണ്. ദൈവം തൻ്റെ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ്. എപ്പോഴാണ് നമ്മൾ ഇന്ന് പുറത്തു വരാൻ പോണത്? ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ മാത്രമേ അത് നടക്കൂ. ഈ ശരീരത്തിൽ നിന്ന് അത് നടക്കില്ല. പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വന്നാലേ യേശുവിൻ്റെ മാനദണ്ഡമനുസരിച്ച് സ്നേഹിക്കാൻ നമുക്ക് പറ്റൂ. ദൈവത്തിൻ്റെ കൃപ, അതാണ് പറയുന്നത് യോഹന്നാൻ. യാവേ ഹാസ് ഷോൺ ഹിസ് ഫേവർ. ദൈവം തൻ്റെ കരുണ കാണിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ കരുണയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. വീഞ്ഞോ ലഹരിപാനീയ, കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ചതിന് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. അടുത്ത് ശ്രദ്ധിക്കണേ. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈറ്റി, ദൈവം സർവശക്തനാണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഗോഡ് ഈസ് മൈറ്റി. ഗബ്രിയേൽ, ഗോഡ് ഈസ് മൈറ്റി, ദൈവം ശക്തനാണ്. എന്താണ് ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവം ശക്തനാണ്. സക്കറിയ എന്നാ ചോദിക്കുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ പറയാണ്, ഞാൻ ഗബ്രിയേലാണ് എന്ന് പറഞ്ഞാൽ ദൈവം ശക്തനാണ്. സക്കറിയ ചോദിക്കാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്. ഗബ്രിയേൽ പറയാണ്, ദൈവം ശക്തനാണ്, ദൈവം ശക്തനാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇതെങ്ങനെ നടക്കുന്നതെന്നറിയാവോ? നമ്മളിന്ന് എങ്ങനെയാണ് ഈ സ്നേഹം പുറത്തു വരുന്നത്? ഈശോ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കാൻ ക്രിസ്ത്യാനിക്ക് പറ്റണമെങ്കിൽ അതെങ്ങനെ പറ്റുന്നതെന്നറിയാമോ? അത് വിശ്വാസത്തിലൂടെ മാത്രമേ പറ്റൂ. അത് വിശ്വാസത്തിലൂടെ മാത്രമേ പറ്റൂ. വിശ്വാസത്തിലൂടെ മാത്രമേ പറ്റൂ. ഇവിടെ പറയാണ്, നീ അത് വിശ്വസിക്കാത്തത് കൊണ്ട് നീ മൂകനായിത്തീരും.
വിശ്വസിച്ചാൽ മാത്രമേ ഈ പുതിയ നിയമത്തിൻ്റെ ശക്തി പുറത്തു വരൂ. വിശ്വാസത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. ഇപ്പൊ ലൂക്കാസ് സുവിശേഷം പറയുകയാണ്, ഗബ്രിയേൽ പറഞ്ഞു, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായിത്തീരുവ. സംഭവിക്കുന്നവരെ സംസാരിക്കാൻ നിനക്ക് കഴിയുകയില്ല. ജനം സക്കറിയായി കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്കറിയായിക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവൻ ഏതോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. നമ്മുടെ ഒരു അവസ്ഥ എന്തെന്നറിയാമോ? നമ്മളിങ്ങനെ ഊമരായിട്ട് കഴിയുകയാണ്. നമുക്ക് ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, അച്ഛാ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്ത് പറയുന്നു? ഞങ്ങൾ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. എന്ത് സാക്ഷ്യം? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വീട് കിട്ടി, വെരി ഗുഡ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി കിട്ടി, വളരെ സന്തോഷം. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കൊച്ചിൻ്റെ മദ്യപാനം മാറി, വളരെ സന്തോഷം. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കുട്ടി കാനഡയ്ക്ക് പോയി, വളരെ സന്തോഷം. നമ്മളിതെല്ലാം പറയുമ്പോഴും ദൈവവചനം നമ്മളെ നോക്കി പറയും, നീ ഊമനാണ്, നീ പറയേണ്ടത് പറഞ്ഞിട്ടില്ല. എന്താ പറയേണ്ടതെന്നറിയാമോ? ഞാൻ വിശ്വസിച്ചു, അപ്പോൾ എൻ്റെ കോപം മാറിപ്പോയി. ഞാൻ വിശ്വസിച്ചു, അപ്പോൾ എൻ്റെ വെറുപ്പ് മാറിപ്പോയി. ഞാൻ വിശ്വസിച്ചു, അപ്പോൾ എനിക്ക് ക്ഷമിക്കാനും കരുണ കാണിക്കാനും പറ്റി. ഞാൻ വിശ്വസിച്ചു, അപ്പോൾ എനിക്ക് ഈശോ സഹിച്ച പോലെ സഹിക്കാൻ പറ്റി. ഞാൻ വിശ്വസിച്ചു, അപ്പോൾ എനിക്ക് ഏത് സഹനത്തിൻ്റെ മുമ്പിലും പുഞ്ചിരിയോടെ അടിപതറാതെ നിൽക്കാൻ പറ്റി. ഇത് പറയാൻ പറ്റുന്ന എത്ര ക്രിസ്ത്യാനി കേരള സഭയിലുണ്ട്? ജോലി കിട്ടി, വീട് കിട്ടി, മക്കളെ കിട്ടി, കല്യാണം നടന്നു, കാനഡയ്ക്ക് പോയി, സ്വഭാവം മാത്രം മാറിയിട്ടില്ല. സ്വഭാവത്തിന് മാത്രം ഒരു വ്യത്യാസമില്ല. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഹൈന്ദവനോ ഇസ്ലാം മതവിശ്വാസിക്കോ ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് ജീവിതം കൊണ്ട് മനസ്സിലായിട്ടില്ല. ഊമരായിട്ട് കഴിയുകയാണ് നമ്മൾ. ഊമരായിട്ട് നമുക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. നമ്മളിൽ നിന്നൊരു വാക്ക് പോലും പുറത്തു വരുന്നില്ല. ഊമനായിട്ട്. എന്താ കാരണം? അവിശ്വസിച്ചു. ഇപ്പം ഈ ആഗമന കാലത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് പറയാനുള്ളത്, വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തു ജനിക്കും. വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ ഒരു ജീവിതം പുറത്തു വരും. അത് സംഭവിക്കണമെങ്കിൽ വിശ്വാസത്തിലൂടെ മാത്രമേ അത് സംഭവിക്കൂ. അവൻ ഏതോ ദർശനമുണ്ടായെന്നവർ മനസ്സിലാക്കി. അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു. തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ള മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഈശോ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ആഗമന കാലത്ത് നമ്മളിത് തിരിച്ചറിയണം. നമ്മൾ ഒത്തിരി നല്ലവരാണെന്ന് നമ്മളെ നമ്മുടെ മനസ്സ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നമ്മളങ്ങനല്ല, നമ്മൾ നല്ലവരല്ല. ഈശോയുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിൻ്റെ 7 അയലത്ത് പോലും ഞാൻ നിങ്ങൾ എത്തിയിട്ടില്ല. ഈ ആഗമന കാലത്ത് നമുക്ക് പറയാം, ഈശോയെ ഞങ്ങളുടെ ഉള്ളിൽ നീ സജീവനായി ഒരിക്കൽ കൂടി വെളിപ്പെടണമേ. ഞങ്ങളെ കാണുന്നവർ നിന്നെ കാണാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളില്ലാതാവുകയും ഞങ്ങളിൽ നീ വളരുകയും ചെയ്യണമേ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.